ഇറാൻ വിഷയം യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഒമാൻ. 2025-ൽ മുവാസിലാത്ത് ബസ് സർവീസ് ഉപയോഗിച്ചത് 1/2 കോടിയിലേറെ സന്ദർശകർ. സുഹാർ ഫെസ്റ്റിവലിൽ 2.7 ലക്ഷം സന്ദർശകരെത്തി. ജനുവരി 31 വരെ ഫെസ്റ്റിവൽ തുടരും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മേഖലയിലെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളുമായുള്ള ചർച്ച തുടർന്ന് ഒമാൻ. കഴിഞ്ഞ ദിവസം ഗൾഫ് മേഖലയിലെ സഹോദര രാജ്യങ്ങളുമായി ചർച്ച നടത്തിയ ഒമാന്റെ വിദേശകാര്യമന്ത്രി സയ്യദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ സഹപ്രവർത്തകരുമായും ശനിയാഴ്ച ഫോണിലൂടെ ചർച്ച നടത്തി. ഫ്രാൻസ്, ജർമ്മനി, തുർക്കിയ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളുമായും റഷ്യയുമായുമാണ് ചർച്ച നടത്തിയത്. ശനിയാഴ്ച ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ മേഖലയിൽ നിലവിലുള്ള സാഹചര്യങ്ങളും പ്രാദേശിക ബന്ധങ്ങളിലെ പുരോഗതിയും ഇറാന്റെ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളും സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ഇരുവരും വിലയിരുത്തി. ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ജോഹാൻ ഡേവിഡുമായും സയ്യദ് ബദർ ആശയവിനിമയം നടത്തി. നിലവിലെ സംഭവ വികാസങ്ങളും അവയുടെ പ്രാദേശികവും അന്താരാഷ്ട്രവുമായ പ്രത്യാഘാതങ്ങളും ചർച്ചയായി. സ്ഥിരതയും സമാധാനവും നിലനിർത്തുന്നതിനായി നയതന്ത്ര ചട്ടങ്ങളും സമാധാനപരമായ പരിഹാരങ്ങളും അനിവാര്യമാണെന്ന് ഇരുവിഭാഗവും വ്യക്തമാക്കി. തുർക്കിയ വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനുമായുള്ള ചർച്ചയിൽ ഒമാനും തുർക്കിയയും തമ്മിലുള്ള ദ്വികക്ഷി ബന്ധങ്ങളുടെ പുരോഗതിയും മേഖലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും ചർച്ചയായി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവുമായി സയ്യദ് ബദർ കൂടിക്കാഴ്ച നടത്തി. നിലവിലെ സാഹചര്യം, മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. സംഘർഷം കുറയ്ക്കുന്നതിനും സംവാദവും നയതന്ത്ര നടപടികൾക്കും മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ഇരുവിഭാഗവും ആവർത്തിച്ചു. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള ഏകീകൃത അറബ് പ്രാദേശിക ശ്രമങ്ങളുടെ ഏകോപനത്തിനായി കഴിഞ്ഞ ദിവസം മന്ത്രി സയ്യദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഖത്തർ, ഇറാഖ്, സൗദി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. 2025-ൽ 50 ലക്ഷത്തിലേറെ യാത്രക്കാരാണ് പൊതു ബസ് സർവീസായ മുവാസിലാത്ത് ഉപയോഗപ്പെടുത്തിയത്. ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ മസ്കത്തിൽ 12 ബസ് റൂട്ടുകളും സലാലയിൽ 2 റൂട്ടുകളും മുവാസിലാത്ത് നടത്തിവരുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ നിസ്വയിലേക്ക് സർവീസ് ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം, IVMS ട്രാക്കിംഗ് സംവിധാനം, സ്റ്റേഷനുകൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ മന്ത്രാലയം നടപ്പാക്കി വരികയാണ്. ഇതിനു പുറമെ ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരശേഖരണത്തിന് മുവാസിലാത്ത് അടുത്തിടെ RFI ക്ഷണിച്ചിരുന്നു. സിറ്റി, ഇന്റർസിറ്റി, ഫെറി സർവീസുകൾ ഉൾപ്പെടുന്ന പൊതുഗതാഗത ശൃംഖല ഡിജിറ്റലൈസ് ചെയ്യാനും കാര്യക്ഷമമാക്കാനും സഹായിക്കുന്ന നൂതന പരിഹാരങ്ങളെക്കുറിച്ചാണ് ITS സേവനദാതാക്കളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. 4ാമത് സുഹാർ ഫെസ്റ്റിവലിൽ 2.7 ലക്ഷം സന്ദർശകരെത്തിയതായി ഇവന്റ്സ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ വലീദ് ബിൻ മുഹമ്മദ് അൽ ജാബ്രി പറഞ്ഞു. 2025 ഡിസംബർ 22-ന് ആരംഭിച്ച ഫെസ്റ്റിവൽ 2026 ജനുവരി 31 വരെ തുടരും. ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ എന്റർടൈൻമെന്റ് സെന്ററിലാണ് പരിപാടികൾ നടക്കുന്നത്. വിവിധ പ്രായക്കാർക്കായി വിപുലമായ സാംസ്കാരിക, വിനോദ, പൈതൃക പരിപാടികളാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. AI ഉപയോഗിച്ചുള്ള സംവേദനാത്മക പ്രദർശനമായ അമ്നിയ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ഒമാനി പൈതൃകത്തിന്റെ സമൃദ്ധമായ ഘടകങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഒമാനി വില്ലേജ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിദ്യാഭ്യാസപരവും വിനോദപരവുമായ പരിപാടികൾ ഒരുക്കുന്ന തിയേറ്റർ എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമാണ്. ഒമാനി, ഗൾഫ്, അറബ് കലാകാരന്മാരുടെ സംഗീത പരിപാടികൾ ഉൾക്കൊള്ളുന്ന സംഗീത പരമ്പര ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക വൈവിധ്യം അടയാളപ്പെടുത്തുന്നു. ഇതോടെ ഒമാനിലെ പ്രധാന സീസണൽ സാംസ്കാരിക വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നായി സോഹാർ ഫെസ്റ്റിവൽ മാറുകയാണ്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി കാർണിവൽ, പട്ടം പറത്തൽ തുടങ്ങിയ നിരവധി വിനോദങ്ങളുമുണ്ട്. 130-ലധികം പ്രാദേശിക കുടുംബങ്ങൾക്കും ചെറുകിട സംരംഭകർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവസരം ഫെസ്റ്റിവൽ ഒരുക്കുന്നുണ്ട്. ഇത് പ്രാദേശിക വിപണിയെ സജീവമാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇവന്റ്സ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ വലീദ് ബിൻ മുഹമ്മദ് അൽ ജാബ്രി പറഞ്ഞു. 500 പൈസയാണ് ടിക്കറ്റ് നിരക്ക്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച 32 ആഫ്രിക്കൻ പൗരന്മാരെ വടക്കൻ ഷാർഗിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് ശനിയാഴ്ച അറിയിച്ചു. വടക്കൻ ഷാർഗിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ ബിദിയയിലെ വിവിധ പ്രദേശങ്ങളിലായി നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോപി വ്യക്തമാക്കി.
ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.